ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിന് കാരണം ഹരികുമാറിന് സഹോദരി ശ്രീധുവിനോടുള്ള കടുത്ത വിരോധമാണെന്ന് റിമാൻഡ് റിപ്പോർട്ട്. കുഞ്ഞിന് ശ്രദ്ധ കൊടുത്തു തുടങ്ങിയതോടെ തന്നോടുള്ള സ്നേഹം കുറഞ്ഞുവെന്ന് പ്രതിക്ക് തോന്നി. പരസ്ത്രീ ബന്ധം സഹോദരി വിലക്കിയതും ഹരികുമാറിന് വിരോധത്തിന് കാരണമായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ശ്രീധുവിനെ പോലീസ് ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. പൂജപ്പുര മഹിളാ മന്ദിരത്തിൽ വെച്ചാണ് പോലീസ് ശ്രീധുവിനെ ചോദ്യം ചെയ്യുന്നത്. ആദിൽ പാലോടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അതിൽ ഹരികുമാർ പറയുന്ന കാര്യങ്ങൾ നേരത്തെയൊന്നും പോലീസ് പൂർണ്ണമായി മുഖവിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ, റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളും ചേർത്ത് വെച്ച് നോക്കുമ്പോൾ അതിൽ ചില വസ്തുതകൾ ഉണ്ട് എന്നുള്ള നിഗമനത്തിലേക്കാണോ പോലീസ് എത്തുന്നത്? പോലീസ് അപ്പോഴെത്തുമ്പോഴും ഇതിൽ കൂട്ടുപ്രതികളുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അത് നേരത്തെ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ബാലരാമപുരത്തെ 2.5 വയസ്സുകാരുടെ കൊലപാതകത്തിൽ അമ്മ ശ്രീധുവിനെ ഇപ്പോൾ SP-യുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ചോദ്യം ചെയ്തു വരുന്നത്. അത് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു വരികയാണ്. രാവിലെ മുതൽ അച്ഛനെയും അമ്മാവനെയും അടക്കം ചോദ്യം ചെയ്തിരുന്നു, ബന്ധുക്കളെ ആകെ ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അമ്മയെ വീണ്ടും ചോദ്യം ചെയ്യുന്നത്. പൂജപ്പുര മഹിളാ മന്ദിരത്തിലാണ് അമ്മയുള്ളത്. അവിടെ എത്തിയാണ് SP അടക്കമുള്ളവരെത്തി ചോദ്യം ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട വാർത്ത ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് ഇത് സംബന്ധിച്ചുള്ള റിമാൻഡ് റിപ്പോർട്ടാണ്. ഹരികുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ വിട്ടിരുന്നു. ഇതിലെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പോലീസിന്റെ കണ്ടെത്തൽ സഹോദരിയോടുള്ള കടുത്ത വിരോധമാണ് ഈ കൊലപാതകത്തിന് കാരണം എന്ന വിലയിരുത്തലിലേക്ക് പോലീസ് എത്തുന്നു. കുഞ്ഞിന് ശ്രദ്ധ കൊടുത്തു തുടങ്ങി. ഈ ദേവേന്ദു എന്ന 2.5 വയസ്സുകാരിക്ക് ശ്രദ്ധ കൊടുത്തു തുടങ്ങിയപ്പോൾ തന്നോടുള്ള സ്നേഹം കുറഞ്ഞുവെന്ന് ഹരികുമാറിന് തോന്നുകയാണ്. ശ്രീധുവിന് തന്നോടുള്ള സ്നേഹം കുറഞ്ഞു എന്ന് ഹരികുമാർ ചിന്തിക്കുന്നു. ഒപ്പം തന്നെ കുഞ്ഞിൻ്റെ കരച്ചിൽ പ്രതിക്ക് അരോചകമായി തോന്നിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. പരസ്ത്രീ ബന്ധം സഹോദരി വിലക്കിയതും ഹരികുമാറിൻ്റെ ശ്രീധുവിനോടുള്ള വിരോധത്തിന് കാരണമായി എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. റിമാൻഡ് റിപ്പോർട്ട് ഈ തരത്തിലാണെങ്കിലും ശ്രീധുവിന് ഇതിൽ ഏത് തരത്തിലാണ് പങ്കുള്ളതെന്ന് സംബന്ധിച്ചുള്ള അന്വേഷണമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വേണം ഈ ചോദ്യം ചെയ്യലിനെയും കാണാൻ. അത് മണിക്കൂറുകളോളം നീളുകയുമാണ്. അപർണ, നിലവിലെ ചോദ്യം ചെയ്യലിൽ ശ്രീധുവിന്റെ പങ്കിനെക്കുറിച്ച് എന്തെങ്കിലും സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ പോലീസിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? അതിൽ ശ്രീധുവിൻ്റെ പങ്കിനെക്കുറിച്ച് പോലീസിന് സംശയമുണ്ട്. അപ്പോഴും ഈ ഹരികുമാറിൻ്റെ മൊഴികളിലെ വൈരുദ്ധ്യമാണ് പോലീസിനെ അലട്ടുന്നത്. പോലീസ് നേരത്തെ SP സുദർശൻ നമുക്ക് മാധ്യമങ്ങളോട് പ്രതികരിച്ചതുപോലെ തന്നെ ഹരികുമാർ പറയുന്നതിൽ വ്യക്തതയില്ല. ഒരു സമയം പറയുന്ന കാര്യമല്ല അടുത്ത മണിക്കൂറിൽ പറയുന്നത്. ആ നിലയിൽ പോലീസിനെ വട്ടം ചുറ്റിക്കുന്ന സാഹചര്യമാണ് ഹരികുമാറിൻ്റെ മൊഴിയെടുപ്പും ചോദ്യം ചെയ്യലിൽ നിന്നും ലഭിക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഇന്ന് രാവിലെ മുതൽ അച്ഛൻ, അമ്മ, മുത്തശ്ശി അടക്കമുള്ളവരെ ചോദ്യം ചെയ്തത്. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ശ്രുതിക്ക് ഇനി കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ, ശ്രുതിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ പോലീസിന്റെ ചോദ്യം ചെയ്യലുള്ളത്. അത് പൂജപ്പുര മഹിളാ മന്ദിരത്തിൽ തുടരുകയാണ്. അപർണ, എന്തായാലും ശ്രീധുവിനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് അന്വേഷണ സംഘം. ശ്രീധുവിന് കേസിൽ നേരിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്നുള്ള കാര്യമാണ് ചോദിച്ചറിയുന്നത്. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.